സെപ്റ്റംബർ 10. ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അപ്പല്ലസ്, വിശുദ്ധ ഔത്ത് ബർത്തൂസ്, വിശുദ്ധ ബാരുക് സബാസ്, വിശുദ്ധ നിക്കോളാസ്, വിശുദ്ധ കാൻഡിഡ ജൂനിയർ, വിശുദ്ധ കോസ്മസ്. ടൊളന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ് 1245-1305 കാലഘട്ടത്തിലാണ് വിശുദ്ധ നിക്കോളാസ് ജീവിച്ചിരുന്നത്. ഇറ്റലിയിൽ ഫെർമാക്കോ സമീപം സെൻറ്റ് ആഞ്ചലോയിൽ ആണ് നിക്കോളാസ് ജനിച്ചത്. മാതാപിതാക്കൾക്ക് വളരെ പ്രായമായ ശേഷം വിശുദ്ധനായ നിക്കോളാസ് ഭാര്യയോട് നിരന്തരം പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞാണ് നിക്കോളാസ്. വിശുദ്ധനായ നിക്കോളാസ് ഭാര്യയോട് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞായതുകൊണ്ടാണ് തങ്ങളുടെ മകന് നിക്കോളാസ് എന്ന് പേര് നൽകിയത്. മാതാപിതാക്കന്മാർ വളരെ നല്ല ഭക്തരായിരുന്നു. ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ബാലനായിരുന്നു നിക്കോളാസ്. ദരിദ്രരെ ബാലൻ ആർദ്രമായി സ്നേഹിച്ചിരുന്നു. വഴിയിൽ കാണുന്ന ദരിദ്രരെ വിളിച്ച് തനിക്ക് വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുത്തിട്ടേ അവൻ ഭക്ഷിച്ചിരുന്നുള്ളൂ. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൻ ഉപവസിച്ചിരുന്നു. യൗവനത്തിലേക്ക് നീങ്ങിയപ്പോൾ തിങ്കളാഴ്ചകൾ കൂടി അവൻ ഉപവസിച്ചിരുന്നു. 17-ാമത്തെ വയസ്സിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ ഇറ്റലിയിലെ ടൊളന്തീനോയുടെ കാനൻ ആയി നിയമിതനായി. ആ ഇടയ്ക്ക് ഫാദർ റെജിനാൾഡോ എന്ന വൈദികൻ്റെ പ്രഭാഷണം നിക്കോളാസിനെ വല്ലാതെ സ്പർശിച്ചു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൽ നിന്നല്ല, ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ പ്രസംഗത്തിലെ വരികൾ നിക്കോളാസിനെ വല്ലാതെ സ്പർശിച്ചു. നിക്കോളാസ് ഉടനെ ജോലി രാജിവെച്ചു. സഭയിൽ ഔദ്യോഗിക നിലയിൽ വളരാനുള്ള സാധ്യതകളെല്ലാം തട്ടിക്കളഞ്ഞ് തൻ്റെ 18-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. നൊവീഷ്യേറ്റ് പൂർത്തിയാക്കുകയും യഥാകാലം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ബലിപീഠത്തിൽ സെറാഫ് മാലാഖയെപ്പോലെയാണ് നിക്കോളാസ് നിന്നിരുന്നത്. ദൈവസ്നേഹാഗ്നി മുഖത്തെരിഞ്ഞിരുന്നു. കുർബാനയുടെ സമയത്ത് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു. ഒരു വിശുദ്ധൻ്റെ കുർബാനയെന്ന വിചാരത്തോടെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുർബാന കണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷം ടൊളന്തീനോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. അത് ആ നാട്ടുകാർക്ക് വളരെയേറെ ആത്മീയോപകാരം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം വചനപ്രഘോഷണം നടത്തിയിരുന്നു. തദനുസാരം ജനങ്ങളിൽ മാനസാന്തരവും ഉണ്ടായിരുന്നു. കുമ്പസാരത്തിലായാലും വേദോപദേശ ക്ലാസ്സുകളിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഹൃദയം ഭേദിച്ചിരുന്നു. 1306 സെപ്റ്റംബർ 10 നിക്കോളാസ് നിര്യാതനായി. 1446 യൂജിൻ 4-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി അദ്ദേഹം ഭക്തകൃത്യങ്ങൾ ചെയ്യുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നിക്കോളാസിനെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വക്കീൽ എന്ന് വിളിച്ചിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വക്കീലായ വിശുദ്ധ നിക്കോളാസെ പ്രയാസങ്ങൾക്കിടയിലും ക്ഷമയോടെ കാത്തിരിക്കുവാനും ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും സേവിക്കുവാനും ദൈവത്തിൻ്റെ വിശ്വസ്തദാസരായി ജീവിക്കുവാനുമുള്ള അനുഗ്രഹം കർത്താവായ യേശുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ.